തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തമിഴ്നാട് പരിപ്പാണ് കേട്ടോ. അതായത് ഇവിടുത്തെ സാമ്പാർ പരിപ്പ് പോലെ നല്ല കട്ടിയൊന്നും അല്ല, നല്ല കുഞ്ഞി പരിപ്പാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് ഈ വിഭവത്തിന്. അപ്പോൾ ഇനി പരിപ്പ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചീരയില ഇതുപോലെ ഇടുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഇത് വേവുന്ന ടൈം നോക്കി അല്പം തേങ്ങ ചിരകിയതും കുറച്ച് കാന്താരിയും കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയണ്ട കേട്ടോ. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച ചീരയും പരിപ്പും പിന്നെ നമ്മൾ അരച്ചെടുത്ത ആ അരപ്പും കൂടെ നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ചൂട് ചോറിൻ്റെ കൂടെ അല്പം ഈ തോരനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ കൂട്ടുകാരെ.